ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് കപ്പ കൊണ്ട് പുഴുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനായിട്ട് 1 കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് തൊലി കളഞ്ഞ് കഴുകിയതിന് ശേഷം ഇതുപോലെ മീഡിയം സൈസിലുള്ള പീസായിട്ട് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്. കട്ട് ചെയ്തതിന് ശേഷം വെള്ളത്തിൽ ഒരു 2-3 പ്രാവശ്യം നമ്മൾ കഴുകിയെടുക്കണം. ഇനി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. കപ്പ അധികം വെന്തങ്ങനെ ഉടഞ്ഞു പോവരുത്. ഇത് വേവിച്ചെടുക്കുമ്പോഴേ കുറച്ചധികം വെള്ളം ചേർത്തിട്ട് വേണം നമ്മൾ എപ്പോഴും കപ്പ വേവിച്ചെടുക്കാനായിട്ട്. എല്ലാതും കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിന് മീതെ കുറച്ചധികം വെള്ളം നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയുടെ അളവ് കൂടരുത്. അപ്പോൾ നമ്മുടെ കിഴങ്ങിന് മഞ്ഞൾപ്പൊടിയുടെ ഒരു ടേസ്റ്റ് വരും. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. കല്ലുപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കുറച്ചധികം ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ വെള്ളമെല്ലാം ഊറ്റി കളയുന്നതാണ്. അപ്പോൾ കിഴങ്ങിൽ നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടണം. അതിന് കണക്കാക്കിയിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം. സ്റ്റൗ ഓൺ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് 1/4 കപ്പ് തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 3 ഉണക്കമുളകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അഞ്ച് ചെറിയ അല്ലി ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. കപ്പ കഴിക്കുമ്പോഴേ ചിലർക്ക് ഗ്യാസിന്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നത്. ചെറിയ അല്ലി വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഈ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 5 എണ്ണമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത്രയും മുളകൊക്കെ ഇട്ട് കൊടുത്താൽ അത്ര അധികം എരിവുണ്ടാവില്ല. കറക്റ്റ് പാകത്തിനുള്ള എരിവാണ് ഉണ്ടാവുക. ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ഒരു 12-13 അല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചതച്ചെടുക്കാം. മിക്സിയുടെ വീപ്പ് ബട്ടൺ വെച്ചിട്ട് പ്രസ് ചെയ്ത് ഇതുപോലെ ചതച്ചെടുക്കുക. ഒട്ടും വെള്ളമൊന്നും ഒഴിക്കരുത്. അതുപോലെ കൂടുതൽ അരഞ്ഞും പോവരുത്. അരഞ്ഞു പോയാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. നമ്മുടെ കുക്കർ വിസിൽ വന്നിട്ടുണ്ട്. ഒറ്റൊരു വിസിൽ വന്നാൽ മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റീം കളയുക. എന്നിട്ട് വേണം തുറക്കാനായിട്ട്. സ്റ്റീം പോകുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യരുത്. അപ്പോൾ കിഴങ്ങിൻ്റെ വേവ് കൂടി പോവും. ഒരു 5 മിനിറ്റിന് ശേഷം സ്റ്റീം കളഞ്ഞ് തുറന്നതാണ്. അപ്പോൾ കറക്റ്റ് പാകത്തിന് കിഴങ്ങ് വെന്തിട്ടുണ്ട്. നമുക്ക് വെള്ളം ഊറ്റിക്കളയാം. ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കടായി വെച്ച് കൊടുത്തിരിക്കുന്നത്. എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. നമുക്കിതിലേക്ക് കപ്പ വേവിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ അരപ്പ് നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൽ ഉപ്പ് കുറച്ച് കുറവുണ്ട്. നമ്മൾ കിഴങ്ങ് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ ഉപ്പ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ തേങ്ങ ചതക്കുന്ന സമയത്ത് അതിൽ ഇട്ട് കൊടുത്താലും മതി. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കും. ഇതിൽ നമ്മൾ ഓയിലോ വെള്ളമോ ഒന്നും ചേർത്തിട്ടില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ഒരു 3 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം.
ഇവിടെ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു 3 മിനിറ്റിൻ്റെ അടുത്തായിട്ടുണ്ട്. നമുക്കിനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തടിക്കൊന്നും പിടിച്ചിട്ടില്ല, നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലെ മുളകെല്ലാം നന്നായിട്ട് കിഴങ്ങിലേക്ക് അയച്ച് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ 1 മിനിറ്റോളം ഒന്ന് തുറന്ന് വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ടേസ്റ്റ് കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 1 മിനിറ്റോളം ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ച വെളിച്ചെണ്ണയാണ്. 3 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂണൊക്കെ വരെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ ആണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ നല്ല വെളിച്ചെണ്ണ നോക്കിയിട്ട് ചേർക്കുക. നമ്മൾ പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ വെളിച്ചെണ്ണ നല്ലതല്ലെങ്കിൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് അത്രയ്ക്ക് കിട്ടില്ല. മിക്സ് ചെയ്തതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക. നമ്മുടെ പച്ച വെളിച്ചെണ്ണയുടെ ആ ഫ്ലേവറൊക്കെ നമ്മുടെ പുഴുക്കിലേക്ക് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം തുറന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ ഇവിടെ അടിപൊളി ടേസ്റ്റിലുള്ള കപ്പ കൊണ്ടുള്ള പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.